നീ മറ്റേ മിന്നുനെ കണ്ട? എനിക്ക് അവളെ കാണരുത്. നീ ഇപ്പൊ വിചാരിക്കണ പോലെ അവളെ പഴയ നീർക്കൊരു തരുവല്ല. ഊതല്ലേ മോനെ, ഇത് ഉള്ളതാടാ. നീതാ ഈ ഫോട്ടോ നോക്കി. അവൻ രക്ഷപ്പെട്ടു. നാളെ അവൻ നീ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. பொம்மை கண்ணோடு பேசாமல் விண்ணோடு நாம் மிதந்து போவோம். காதாரா அடியானோலா நான் தாங்க மாறோடு വാ. ഇവളാർക്കും പിടിയിരുന്നില്ലല്ലോ അളിയാ. ഇത്ര നാളായിട്ട് പറകെ കിടക്കണത്. പക്ഷേടാ അവക്ക് എന്നെ ഇഷ്ടമായോണ്ടാണ് നിന്നെയൊക്കെ നോക്കാത്തത്. എന്തൊക്കെയായാലും അവളെ കെട്ടണവന്റെ ലൈഫ് സെറ്റാണ്ട്. ഉമ്മാതിരി കാശ് ടീം സെറ്റ്. ഇന്ന് നമുക്ക് രണ്ടിലൊന്നറിയാം. നമുക്ക് രണ്ടുപേർക്ക് അവളെ പ്രപ്പോസ് ചെയ്യാം. എങ്കിലും ഒരാൾക്ക് സെറ്റ് ആവല്ല. നീ വാ. കാശൊരു പ്രശ്നമല്ല. അവന് എന്തൊക്കെ സംഭവിച്ചാലും അതെനിക്ക് തന്നതാണ്. അതിന് ഇനി ഏവം വില പറഞ്ഞാലും അവന്റെയൊക്കെ പൂർത്തിച്ചൊക്കെ ഞാൻ പിഴുതെടുത്തു പറഞ്ഞു. പൈസ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഈ പട്ടിയുടെ സ്വഭാവം അറിയാമോ? പണ്ട് കടയിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ആ കുപ്പി തിരിച്ചു കൊടുത്ത 5 രൂപ കിട്ടുമെന്ന് പറഞ്ഞ് 24 കിലോമീറ്റർ പാതിരാത്രിക്ക് കൊണ്ട് കൊടുത്ത മോനാണ്. ഇവന് പൈസ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ആ കഥ ഞാനും അറിഞ്ഞേ. ഞാനിവിടെ നമ്മുടെ ടാർഗറ്റ് രേഷ്മ. നമ്മൾ രേഷ്മയെ സെറ്റാക്കുന്നു, ലൈഫ് സെറ്റിലാക്കും. രേഷ്മ, നമുക്കൊരു കാര്യം പറയാം. രേഷ്മ, ഈ പ്രകൃതിയെ, ഈ കാറ്റിനെ, ഈ റോഡിനെയും എനിക്ക് എത്രത്തോളം ഇഷ്ടമാണ് അത്രത്തോളം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു എന്ന 3 അക്ഷരത്തിൽ തളയ്ക്കാനുള്ളതല്ല എന്റെ മനസ്സിൽ നിന്നെ കുറിച്ചുള്ള പ്രണയം. ഈ ഭൂമി പിളർന്നാലും കാക്ക പഴന്നു പറയും. എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. എനിക്ക് നിന്നെ വേണം. നീങ്ങ രേഷ്മ എന്റെ ഭാര്യയാണ്, എന്റെ കുഞ്ഞാണ്, എന്റെ മോളാണ്, എന്റെ കുഞ്ഞമ്മയാണ്. ഏത് തടയാടി മോനടാ. ഫ്ലോയിങ് കളഞ്ഞു. എന്താ ചേട്ടാ ഇതൊക്കെ? നിങ്ങൾ അല്പം വൈകിപ്പോയി. നിങ്ങളെക്കാളും മികച്ച രീതിയിൽ എന്നെ വേറൊരാൾ പ്രപ്പോസ് ചെയ്തു. എനിക്ക് അയാളെയാ ഇഷ്ടം. എന്താ കാണ്. ഫ്ലാഷ് ബാക്ക്. രേഷ്മേ, വറ്റി വരണ്ട മരുഭൂമിയിൽ പെയ്യുന്ന ഒരു തുള്ളി മഴ പോലെയുള്ള എന്റെ ഉള്ളിൽ വലിയൊരു മഹാസാഗരത്തിൽ, ആ മഹാസാഗരത്തിൽ കൂടെ ഒരു ചെറിയ ചങ്ങാടം കെട്ടിത്തുലയാൻ പോരുന്നു എന്റെ പ്രിയതമയായി. ഞാൻ ട്രൈ ചെയ്തടാ, എന്റെ ട്രൈയിൽ അവൾ വീണടാ.